RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറുനാടൻ മലയാളി ഷാജിൻ സ്കറിയയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരം. 2 ദിവസം മുമ്പ് KPCC പ്രസിഡന്റ് സുധാകരൻ നടത്തിയ ഒരു പത്രസമ്മേളനം വിവാദമായി മാറിയിരുന്നല്ലോ. സുധാകരനും VD സതീശനും ചേർന്ന് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ VD സതീശൻ വരാൻ വൈകിയതിനെ തുടർന്ന് മൈക്കും ക്യാമറയുമൊക്കെ ഓണാണ് എന്നുള്ള കാര്യം അപ്പാടെ വിസ്മരിച്ചുകൊണ്ട് ഇയാളിത് എന്ത് ഡാഷ് പരിപാടിയാണ് കാണിക്കുന്നത് എന്ന് സുധാകരൻ പറഞ്ഞത് ഇടതുപക്ഷ പാർട്ടികളും മറ്റു ആൾക്കാരും മാധ്യമങ്ങളുമൊക്കെ വളരെയധികം കൊട്ടിഘോഷിച്ച് കളിയാക്കിയ ഒരു മ്ലേച്ഛമായ പ്രവൃത്തി തന്നെയായിരുന്നു. അതിനെ തുടർന്ന് ഷാജിൻ സ്കറിയ നടത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് RR ടോക്സിനെ ശരിക്കും ഞെട്ടിച്ചത്. ഷാജിൻ സ്കറിയ ഇത്രയും അധപ്പതിക്കുമോ എന്ന് സംശയം തോന്നുന്ന രീതിയിലുള്ളൊരു പോസ്റ്റായിരുന്നു. എന്താണ് ആ പോസ്റ്റ്? മറുനാടൻ ഷാജിനും അദ്ദേഹത്തിൻ്റെ കുറച്ച് അടുത്ത ആൾക്കാരും കൂടി ചേർന്ന് തൻ്റെ തോട്ടത്തിൽ നിന്നും കപ്പ പറിച്ച് അതെല്ലാം വെട്ടി അരിഞ്ഞ് എന്തൊക്കെയോ ചെയ്യുന്ന ഫോട്ടോകളുമായി ഇട്ടിട്ടൊരു നടത്തിയ പോസ്റ്റാണ് ഇത്. ഈ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒരു മഹാ ഡാഷും 5 ഡാഷ്മാരും ചേർന്ന് കപ്പ പറിച്ച് വാട്ടുകയാണ് ബോയ്സ്. കറിയാക്കൊപ്പം മുണ്ടക്കൻ, ഇക്കാൻ, ചെങ്കീരി, പാമ്പ്, ശുപ്പാണ്ടി. ആർക്കെങ്കിലും പരാതി ഉണ്ടോ? സാംസ്കാരിക രംഗത്തെയൊക്കെ വളരെ ഉന്നതന്മാരുമായി വളരെ അടുത്ത ബന്ധമുള്ള തിരുവിതാംകൂർ മഹാറാണി പോലെയുള്ള ആൾക്കാരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് വളരെ സൈദ്ധാന്തികമായ പോസ്റ്റുകളും വാർത്തകളും സത്യസന്ധതയ്ക്കുമൊക്കെ പേര് കേട്ട് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഷാജിൻ സ്കറിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഈ ഒരു പോസ്റ്റ് തികച്ചും അപലപനീയമാണ്. അത് അദ്ദേഹത്തിൻ്റെ നിലവാരം ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ് എന്നാണ് RR ടോക്സിൻ്റെ അഭിപ്രായം. എത്ര മൂടി വെച്ചാലും ഒരാളുടെ യഥാർത്ഥ സ്വഭാവം ഒരിക്കൽ പുറത്തു വരും എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഇതാണ് ഷാജിൻ സ്കറിയ. അത് തന്നെയാണ് RR ടോക്സിന് വീണ്ടും വീണ്ടും പറയാനുള്ളത്. എന്നാൽ ഷാജിൻ സ്കറിയയുടെ സാംസ്കാരിക സമ്പന്നമായ തൂലിക ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല. ഈ പോസ്റ്റിന് ഷാജിൻ സ്കറിയയോടൊപ്പം തന്നെ സാംസ്കാരിക നിലവാരമുള്ള ഒരു സഹോദരി ഒരു കമൻ്റ് ഇട്ടിരുന്നു. എന്നാൽ പുഴുങ്ങി തിന്നേണ്ട ഡാഷ് എന്ന്. അതിനും ഷാജിൻ സ്കറിയയുടെ മറുപടിയുണ്ട്. ഡാഷ് മടുത്തത് കൊണ്ടാണോ? RR ടോക്സിന് സഭ്യമല്ലാത്ത ഈ ലാംഗ്വേജ് ഇത്ര പരസ്യമായി വീഡിയോയിൽ കൂടി പറയാനുള്ള മടി കൊണ്ടാണ് പറയാത്തത്. എന്നാലും ആ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. കാരണം എന്താണ് ഇവൻ പറയുന്നത് എന്നുള്ള കാര്യം ആൾക്കാർക്കൊന്ന് മനസ്സിലാവണ്ടേ. ഈ വീഡിയോ കണ്ടിട്ട് ഷാജിൻ സ്കറിയ തൻ്റെ നിലവാരം ഉയർത്തുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല, ഈ ചെയ്തത് ശരിയായില്ല എന്ന് ഒന്ന് ഉറച്ചു പറയുന്നതിന് വേണ്ടി തന്നെയാണ് RR ടോക്സ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം സമൂഹത്തിലെ പല അനീതികളെയും അക്രമങ്ങളെയും സത്യസന്ധമായി വിമർശിക്കുന്നു അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഷാജിൻ സ്കറിയ നടത്തിയ ഈ നിലവാരം കുറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്നുള്ള കമൻറ്റും മറുപടികളും ഷാജിൻ സ്കറിയ പറയുന്ന പോലുള്ള ആളാണെങ്കിൽ അതിന് ചേർന്നതല്ല എന്ന വിവരം തന്നെയാണ് RR ടോക്സിന് നിസ്സംശയം എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.